ആ ചർച്ചയിൽ സാക്ഷാൽ ദാവൂദ് തന്നെ പങ്കെടുത്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദാവൂദുണ്ട്, അജിംസുണ്ട്, പിന്നെ നടുക്കിരിക്കുന്ന വേറൊരു ചങ്ങാതിയാണ്. അയാളിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പേരറിയില്ല. അപ്പോൾ ഇവരുടെ ഈ ചർച്ചയുടെ ഫലമായിട്ട് ഇപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അർജൻറ്റീനയോട് അവിശ്വാസം രേഖപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് പോയാൽ അർജൻറ്റീനയെ പിന്തുണയ്ക്കാൻ ഇവിടെ ആരുമില്ല എന്ന അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തിച്ചാൽ നമ്മുടെ മീഡിയ വൺ ചാനലിൽ വലിയ പങ്കുണ്ട്. അവരുടെ പ്രചരണ സ്വഭാവമുള്ള വീഡിയോകൾക്ക് പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓരോ സംഘടനക്കാരും ഓരോ ടീമിനെ സ്പോൺസർ ചെയ്ത് അവരുടെ ജയാപജയങ്ങൾ നിർണ്ണയിക്കുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഒരുമിപ്പിക്കാനല്ല, അവരെ പരമാവധി ഭിന്നിപ്പിക്കാനും വികേന്ദ്രീകരിപ്പിക്കാനും കഴിയുമെങ്കിൽ ഇവർ തമ്മിൽ വെട്ടുംകുത്തും ഉണ്ടാക്കാനും എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മീഡിയ വണ്ടി ഒന്നും ദുഷ്പ്രചരണം ഒരു പരിധിക്കപ്പുറത്ത് കേരളത്തിൽ ചെലവാവുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും കാര്യങ്ങൾ നടക്കട്ടെ, സംഗതി ജോറാവുന്നുണ്ട്. ഈ കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞ വിവേകാനന്ദ സ്വാമികൾ മൗദൂദി ചാനൽ കണ്ടിരുന്നെങ്കിൽ പുള്ളി ഇതിനേക്കാൾ കടുത്ത എന്തെങ്കിലും വാക്ക് പറയുമായിരുന്നു. ലാൽ സലാം.